പാലക്കാട്ടെ UDF സ്ഥാനാർത്ഥി രമേഷ് പിഷാരടിയെ തോമസ് ഐസക് കോമാളി എന്ന് വിളിച്ചത് വലിയ അപരാധമായി പോയെന്ന് സാംസ്കാരിക പ്രവർത്തകർ. എന്നാലും ഇത്രയ്ക്ക് അങ്ങോട്ട് വേണ്ടിയിരുന്നോ സഖാവേ? തോൽവിൻ ഭീതിയാൽ തോമസ് ഐസക്കിന്റെ കിളി അങ്ങോട്ട് പോയി. അപ്പൊ നമ്മുടെ കായംകുളം സ്ഥാനാർത്ഥി പ്രതിഭയ്ക്കെതിരെ ലീഗിന്റെ നേതാവ് നടത്തിയ അധിക്ഷേപങ്ങളൊന്നും നിങ്ങൾ കേട്ടില്ലേ? മുസ്ലിം ലീഗിന്റെ സമുന്നത നേതാക്കളും UDF നേതാക്കളും ലീഗ് നേതാവിനെതിരെ കടുത്ത നടപടി എടുത്തില്ലേ? പ്രതിഭാ മേഡം തന്റെ മകന്റെ ഒരു കേസ് റിപ്പോർട്ട് ചെയ്തതിന് വനിതാ മാധ്യമ പ്രവർത്തകരോട് ചോദിച്ചത് ഇതിലും കഠിനമായിരുന്നില്ലേ? മകനെതിരെ ഇല്ലാത്ത കേസ് ഉണ്ടാക്കി റിപ്പോർട്ട് ചെയ്ത ഏതമ്മയ്ക്കും ദേഷ്യം വരില്ലേ? നമ്മളൊക്കെ ഒരു കാര്യം ഒന്ന് ഓർത്താൽ നന്ന്. കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നൊരു പഴഞ്ചൊല്ലുണ്ടേ. നോന്നിരിക്കണത് മറ്റൊരു കാര്യ. പാലക്കാട് ദേശത്ത് ഒരു കാലത്ത് ചുവന്ന കൊടി അല്ലാതെ മറ്റൊരു കൊടിയും നോം കണ്ടിട്ടില്ല. ആ ദേശത്തിപ്പോ ജനങ്ങളുമായി സമ്പർക്കമുള്ള ഒരു നേതാവിനെ മത്സരിപ്പിക്കാൻ പോലും കിട്ടാൻ കാലം പോണൊരു പോക്കേ. അതൊക്കെ ഒരു ഡീലിന്റെ ഭാഗമല്ലേ തിരുമേനി? അടുത്ത തവണ പിണറായി സർക്കാർ വരുന്ന കണ്ടപ്പോ ചില തൽപര കക്ഷികൾ നടത്തുന്ന കുപ്രചരണങ്ങളാ ഇതൊക്കെ. അതിപ്പോ നമ്മുടെ പിണറായി വിജയൻ എന്തു പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും അതൊക്കെ ന്യായീകരിക്കലാണ് AK ബാലൻജിയുടെ ഇപ്പോഴത്തെ പണി. സന്ദീപ് വാര്യരെ BJP വിട്ട് കോൺഗ്രസിലേക്ക് പോണോ അതോ CPM-ലേക്ക് പോണോ എന്ന് ശങ്കിച്ചു നിൽക്കുമ്പോ AK ബാലന്റെ ഒരു പ്രസ്താവന വന്നു. സന്ദീപ് വാര്യരെ നമുക്ക് കിട്ടിയാൽ ക്രിസ്റ്റൽ ക്ലിയർ ആക്കി എടുക്കാമെന്ന്. ഇവര് ചെയ്യുന്നതും പറയുന്നതും എന്താണെന്ന് ജനങ്ങൾ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. എന്റെ കർത്താവേ, ഇവരോട് പൊറുക്കരുതേ. AK ബാലൻ കേരളം കണ്ട മികച്ച പാർലമെന്റേറിയനും നല്ല ഭരണാധികാരിയും ഒന്നാം തരം വാഗ്മിയുമാണ്. അതിലൊന്നും ആർക്കും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ അധികാരക്കൊതി മൂത്ത് ഉറഞ്ഞു തുള്ളുന്ന ചില നേതാക്കന്മാര് ഇത്തവണ ഉരുളും. 3 തരം, ഒരു സംശയമില്ല.